നിലവിൽ നിക്ഷേപ പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ നിക്ഷേപകരെ സംരക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ പ്രതിസന്ധി നേരിടുന്ന ഓരോ സംഘത്തിനും കൃത്യമായ പാക്കേജ് ആയിരിക്കും. അതിൽ ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇത് ഇത്രയും പരിശോധിച്ചത് വെച്ച് പലപ്പോഴും ഇത് പരിശോധിക്കാൻ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ അവരുടെ കടമ പലയിടത്തും നിർവഹിച്ചിട്ടില്ല. ഓഡിറ്റ് റിപ്പോർട്ടുകൾ പലതും ക്ലീൻ ചിറ്റാണ്, സംഘങ്ങൾക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കും. അവസാനം പ്രതിസന്ധിയിലായി കഴിയുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വെച്ച് ഒരാൾക്കുമെതിരെ, ഇതിനെ പരിശോധിക്കാൻ ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുമെതിരെ നാളിതുവരെ സിവിലായോ ക്രിമിനലായോ ഒരു നടപടി, ഒരു ഓഡിറ്റർക്കോ ഒരു ഇൻസ്പെക്ടർക്കോ എതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഇതിന്റെ പട്ടിക പൂർത്തീകരിച്ച് ഐഡന്റിഫിക്കേഷൻ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിൽ ഓഡിറ്റ് നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിൽ അവരുടെ കടമ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധന നടത്താനും, അവിടെ ക്രിമിനൽ ഇന്റൻഷൻ മനഃപൂർവ്വമായിട്ടാണ് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെ നാളിതുവരെ നടത്തിയിട്ടില്ലാത്തവണ്ണം ക്രിമിനൽ നടപടികൾക്കുൾപ്പെടെ അവർക്കെതിരെ സ്വീകരിക്കാനുമുള്ള തീരുമാനം സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇനി നമുക്ക് സഹകരണ മേഖലയുടെ വിശ്വാസം ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഓഡിറ്റ് നടത്താൻ ചുമതലപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവരുടെ ചുമതല നിർവഹിക്കണം. അതിന് രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞാലും ആര് പറഞ്ഞാലും കളവിന് കൂട്ടു നിൽക്കാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഭാവിയിലും ആ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന തീരുമാനം. അപ്പോൾ വിശ്വാസ് എന്ന രീതിയിൽ സംസ്ഥാനത്തൊരു സമഗ്ര പാക്കേജിലൂടെ നിക്ഷേപകരുടെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കും. നിലവിൽ കേരള സഹകരണ പുനരുദ്ധാരണ പദ്ധതി പ്രകാരം പ്രതിസന്ധിയിലാവുന്ന സംഘങ്ങളെ സഹായിക്കുന്നൊരു പദ്ധതി സർക്കാരിനുണ്ട്. പക്ഷെ അത് വേണ്ടത്ര, അത് പലതരത്തിൽ മാനദണ്ഡങ്ങളില്ലാതെ പക്ഷപാതപരമായി അത്തരം ഫണ്ടുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നൊരു ആക്ഷേപം നിലവിലുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ പുനരുദ്ധരിക്കാൻ സാധ്യതയുള്ള സംഘങ്ങളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് തന്നെയാണ് അത് ലഭ്യമാക്കേണ്ടത്, അല്ലെങ്കിൽ അത് കൃത്യമായി അർഹതപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യം ഇക്കാര്യത്തിലുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ നിക്ഷേപ ഗ്യാരണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു, പാക്കേജിന്റെ കാര്യം പറഞ്ഞു. അത്തരത്തിൽ സർക്കാർ സഹായം അല്ലെങ്കിൽ അത്തരം പാക്കേജ് വരുമ്പോൾ ഏതെങ്കിലും ഭരണസമിതിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് നടപ്പിലാക്കാൻ, ഈ പാക്കേജ് നടപ്പിലാക്കാൻ അവരെ ഏൽപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. അതിന് സർക്കാർ സംവിധാനമുണ്ടാക്കും. ഓരോ സംഘത്തിന്റെയും ഇത്തരം സാമ്പത്തിക വിതരണത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ, ഉദ്യോഗസ്ഥന്മാരിൽ നിക്ഷിപ്തമാക്കി മാനദണ്ഡങ്ങൾ അനുസരിച്ച്, മുൻഗണനാക്രമം അനുസരിച്ചായിരിക്കും അത്തരത്തിൽ ഡിപ്പോസിറ്റ് വിതരണം നടത്താനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിൽ ആ ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ ബന്ധുക്കളായിരിക്കുന്നവരുടെ പൈസയൊക്കെ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളവരുടെയൊക്കെ പണം കൊടുത്തുവിടുക, പാവപ്പെട്ട നിക്ഷേപകൻ വീട്ടിലിരിക്കട്ടെ എന്ന രീതിയിൽ അത്തരം ആക്ഷേപങ്ങൾ നിലവിലുണ്ട്. പലയിടത്തും പാക്കേജ് കൊടുത്തെടുത്ത് ഈ മുൻഗണനാക്രമം തെറ്റിച്ച് പണം കൊടുത്തതായും, രാഷ്ട്രീയമായി അല്ലെങ്കിൽ താല്പര്യമുള്ളവരുടെ പണം കൊടുത്ത് ബാക്കിയുള്ളവർക്ക് ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല എന്നുള്ള ആക്ഷേപം നിലവിലുള്ളതുകൊണ്ട് തന്നെ വളരെ കൃത്യമായൊരു മോണിറ്ററിംഗ് അക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. പുനരുദ്ധാരണ ഫണ്ടിന്റെ കാര്യത്തിലും കൃത്യമായ നടപടികളുണ്ടാവും. സഹകരണ വകുപ്പിന്റെ നിലവിലുള്ള ഒരു ഭരണ പരിഷ്കാരം, അതായത് സംഘങ്ങൾക്ക് ലഭിക്കുന്ന, സംഘങ്ങളെ സംബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതിന്റെ ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്ന തരത്തിൽ പ്രചരണങ്ങൾ, സംഘങ്ങൾക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ, ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം എന്നിവ സംബന്ധിച്ച് കൂടുതൽ ജനങ്ങളിൽ അത് എത്തിക്കാൻ ആവശ്യമായ പ്രചരണം ശക്തിപ്പെടുത്തും. ഓഡിറ്റ് ഫീസ്, സഹകരണ മേഖലയിലെ ടീം ഓഡിറ്റ് സംവിധാനം നടപ്പിലാക്കിയതിനു ശേഷം സംഘങ്ങളുടെ മേൽ വലിയ ഓഡിറ്റ് ഫീസ് ഏർപ്പെടുത്തുന്നതായിട്ട് ഉള്ള ആക്ഷേപം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അത് മുൻകാലങ്ങളിൽ ടീം ഓഡിറ്റ് സംവിധാനത്തിന് വരുന്നതിന് മുമ്പ് തന്നെ എത്രയാണോ ഈടാക്കിയിരുന്നത് അതേ സ്ലാബിൽ തന്നെ ഈടാക്കാൻ, അല്ലെങ്കിൽ വർധനമില്ലാതെ അതേ സ്ലാബിൽ തന്നെ ഈടാക്കാനാണ് തത്വത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതിന്റെ സർക്കുലർ പുറത്തിറങ്ങും. സംഘങ്ങളെ ഒരു തരത്തിലും അവരെ ബുദ്ധിമുട്ടിക്കാൻ സർക്കാരിന് താല്പര്യമില്ല. പരമാവധി സംഘങ്ങൾക്ക് പ്രയോജനം എത്തിക്കാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ ടീം ഓഡിറ്റിൽ തന്നെ സർക്കാരിന് ആവശ്യമാകുന്ന ചെലവ് ലഭിക്കുക എന്നതിനപ്പുറത്ത് അതിനെ ഒരു ധനാഗമന മാർഗമാക്കുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള നിരവധി പദ്ധതി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചു. സഹകരണ മേഖലയിൽ സന്തോഷം എത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു നയം. സഹകരണ സംഘത്തിലെ ജീവനക്കാർക്ക് 16,800 രൂപയും ലാഭത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന 7,000 രൂപയും ബോണസ് ഇനത്തിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്.
സഹകരണ വകുപ്പിന്റെ കീഴിൽ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന വായ്പാ കളക്ഷൻ ഏജന്റുമാർ, സെക്യൂരിറ്റി ജീവനക്കാരുള്ളവർക്ക് ബോണസിന് അർഹതയില്ലാത്ത എല്ലാ താൽക്കാലിക ജീവനക്കാർക്കും അലവൻസ് 250 രൂപ വർദ്ധിപ്പിച്ച് 5500 രൂപ നൽകാനാക്കി എന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നെ സഹകരണ വകുപ്പിന് കീഴിലുള്ള ബോർഡുകളുടെ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ച് പുതിയ ഭരണസമിതി ചാർജ് എടുത്തിട്ടില്ലാത്തതിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പെൻഷൻ ഫണ്ട് ബോർഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് അതായത് ബോർഡ് സെക്രട്ടറിമാരെ വിതരണത്തിനുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ബോർഡ് നിലവിൽ വന്നില്ലെങ്കിൽ തന്നെ വിതരണത്തിന് അത് തടസ്സമാകാതിരിക്കാൻ വേണ്ടി സെക്രട്ടറിമാർക്ക് അധികാരം കൊടുത്തുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെൻഷൻ വിതരണം അത്തരത്തിലും തടസ്സപ്പെടുകയില്ല. ബോർഡ് ജീവനക്കാരുടെ വേതന, അങ്ങനെ നിരവധി കാര്യങ്ങൾ. എല്ലാ സഹകരണ പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കുമുള്ള ഉത്സവ ഭത്ത 400 രൂപയും 200 രൂപയും വർദ്ധിപ്പിച്ചു. അത് 4500 രൂപയും 4400 രൂപയും ആക്കി. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സഹകരണ വകുപ്പ് ജീവനക്കാർക്ക് ഒരു വർഷമായി മുടങ്ങിക്കിടന്ന 235 ഉദ്യോഗ കയറ്റങ്ങൾ കൊടുത്തു. പ്രൊമോഷൻസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. ആ ഫയലുകൾ മുഴുവൻ പരിഹരിച്ചു. അതുവഴി 51 PSC നിയമനങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കെട്ടിക്കിടന്ന ഫയലുകൾ പരമാവധി തീർപ്പാക്കുക എന്നൊരു സമീപനമാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം സഹകരണ സംഘം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്ത സഹകരണ സംഘം ജീവനക്കാർക്ക് ഇൻസെൻറ്റീവ് ഇനത്തിൽ 2025 നവംബർ മാസം മുതൽ കുടിശ്ശികയാണ്. അപ്പോൾ ആ കുടിശ്ശികയായിരിക്കുന്നതിൽ അവർ അതിൽ പിന്നെ സംഘത്തിൽ നിന്നും അഡ്വാൻസ് തുക നൽകാനായിട്ട് തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവും വഴി അത് നടപ്പിലാക്കും. എന്ന് പറഞ്ഞാൽ മുഴുവൻ തുക കൊടുക്കാൻ ഒറ്റയടിക്ക് പറ്റിയില്ലെങ്കിലും അത്തരത്തിൽ കുടിശ്ശികയായിരിക്കുന്ന പണം അവർക്ക് വിതരണം ചെയ്തവർക്ക് ഇൻസെൻറ്റീവ് നൽകാനുള്ള തീരുമാനവും സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് എക്സൈസിൻ്റെ ജനകീയ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മയങ്ങില്ല കേരളം വളരെ ഇഫക്റ്റീവായി മുന്നോട്ട് പോവുകയാണ്. പദ്ധതിയുടെ കീഴിൽ നടപ്പിൽ വരുന്ന ഓപ്പറേഷൻ തണ്ടർ വഴി UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 34,397 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 34,397. അതിൽ 5,932 കേസുകൾ അബ്കാരി നിയമപ്രകാരവും 3,346 കേസുകൾ NDPS നിയമപ്രകാരവും 25,119 കേസുകൾ കോട്ട്പ പ്രകാരവും രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 7,816 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 4,780 പേർ അബ്കാരി കേസുകളിലും 3,036 പേർ NDPS കേസുകളിലുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇത്രയും കേസുകളിലായി 15,269 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, 14,004 ലിറ്റർ അന്യസംസ്ഥാന മദ്യം, 992 ലിറ്റർ സ്പിരിറ്റ്, 795 ലിറ്റർ ചാരായം, 2,166 ലിറ്റർ കള്ള്, 771 ലിറ്റർ ബിയർ തുടങ്ങി ഏറ്റെടുത്തിട്ടുണ്ട്. 534 കിലോ കഞ്ചാവ്, 2,815 കഞ്ചാവ് ചെടികൾ, 18 കിലോ കഞ്ചാവ് മിഠായി, 1,306 ഗ്രാം MDMA, 1,082 ഗ്രാം മെത്താഫെറ്റമിൻ, 420 ഗ്രാം ഹാഷിഷ്, 35 ഗ്രാം ബ്രൗൺ ഷുഗർ, 404 ഗ്രാം ഹെറോയിൻ, 102 ഗ്രാം ചരസ്, 10,075 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും പിടികൂടി. കോട്ട്പ നിയമപ്രകാരം 50,19,105 രൂപ പുകയില സ്കൂളുകളുടെ സമീപത്തും റെയ്ഡ് നടത്തി 50 ലക്ഷത്തിൽ പരം രൂപയുടെ പിഴ അടപ്പിച്ചു. ഇതുവരെ ഓണം സ്പെഷ്യൽ ഡ്രൈവ് വളരെ ഇഫക്റ്റീവായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായി ഉന്നതതല യോഗം, മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത ഉന്നതതല യോഗം ഓണത്തെ കേരളത്തിൽ ശുദ്ധമായി അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിളായ ഒരു മദ്യ സംസ്കാരത്തിലൂടെ കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്താണ് മുന്നോട്ട് പോയത്. ഓണാഘോഷക്കാലത്ത് ഈ വ്യാജമദ്യം, കഞ്ചാവ്, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ വ്യാപനവും ഉപയോഗവും വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഓഗസ്റ്റ് 1 മുതൽ 31 വരെ സംസ്ഥാനത്ത് ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് രഹസ്യ വിവരശേഖരണവും പൊതുജന പങ്കാളിത്തവും പോലീസ് വനം വകുപ്പുകളുമായിട്ടുള്ള സംയുക്ത പരിശോധനകൾ, 24 മണിക്കൂർ കൺട്രോൾ റൂമുകൾ, സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ എന്നിവരെ ശക്തമായ പരിശോധന നടത്തിവരികയാണ്.